എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു മുട്ട അവിയൽ വളരെ ടേസ്റ്റിയാണ്. ഇത് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മുട്ട അവിയലാണ്. അപ്പോൾ ഈ ഒരു മുട്ട അവിയൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് രാധിക സ്ഥിരമായിട്ട് ഈ ഒരു മുട്ട അവിയൽ കൊണ്ടുവരായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് ഞാനിത് നോക്കി വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു റെസിപ്പി നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവിയലിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്, കിഴങ്ങ്, ചേമ്പ്, മുരിങ്ങയ്ക്ക, ചെറിയ ഉള്ളി, കോവയ്ക്ക, പിന്നെ 2 പച്ചമുളക്, ഒരു തക്കാളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടിയിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിലോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ പ്രഷർ കുക്കറിൽ അവിയൽ വെക്കുന്നത് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ചെയ്താൽ മതി. അപ്പം കൂടുതൽ വേവുള്ളതൊക്കെ ഇതിൻ്റെ അടിഭാഗത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് വെന്തിട്ടും. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണയിൽ ഇത് വഴറ്റിയിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മുട്ട ഇടുന്നതുകൊണ്ട് ഞാൻ എണ്ണയിലല്ല ഇത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതിനി അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങയ്ക്ക ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് പിളർന്നിട്ടാണ് എടുത്തിട്ടുള്ളത്, മുഴുവനായും അങ്ങ് കീറിയിട്ടിട്ടില്ല. അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങ ചിരകിയത്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, 2 ചെറിയ ഉള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി. അപ്പോൾ മുട്ട അവിയലായതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നത്. വെളുത്തുള്ളി ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണ്ട. സാധാരണ അവിയലിൽ ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല. പിന്നെ പച്ചമുളക്. അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ കഷ്ണങ്ങളിൽ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ ഒരെണ്ണമാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഒരുപാട് അങ്ങ് വടിയേ അരേണ്ട, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ അവിയൽ എൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ച് എടുക്കാം. ഇനി നമ്മളിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തൈര് ചേർത്ത് കൊടുക്കുന്നില്ല. തൈരും മുട്ടയും കൂടെ വിരുദ്ധമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നില്ല. തക്കാളിയാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ തക്കാളി കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടിട്ട് ഇത് ഉടനെ മിക്സ് ചെയ്യരുത്. അരപ്പിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. അടച്ചിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ അരപ്പിലേക്ക് നന്നായിട്ട് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. അതിന് മുൻപായിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അവിയലിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് എടുക്കാം. ഇനിയാണ് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3-4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കീറിയിട്ടിട്ട് കൊടുക്കുമ്പോൾ മുട്ട ചെറുതായിട്ടൊന്ന് പൊടിയും, അത് സാരമില്ല. അപ്പോൾ അത് ഈ ഒരു അരപ്പിൽ കിടന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് മുട്ട പൊടിയുമ്പോൾ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട കീറാതെ ഇട്ട് കൊടുക്കാം. കീറാതെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ഫ്ലേവറൊന്നും അങ്ങനെ നന്നായിട്ട് ഇറങ്ങില്ല. മുട്ട എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. മുട്ട ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുവരെ ഇങ്ങനെ അവിയൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന നമ്മുടെ റെസിപ്പികൾ നമ്മുടെ ഫേസ്ബുക്ക് പേജായ ബിൻസീസ് കിച്ചണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി ആയിട്ടുള്ള binseyskitchen@gmail.com നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൽ ടെസ്റ്റിമോണിയൽസ് ആയിട്ട് അത്
ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്